stylish, guys. For every style, there is a Celerio. സഞ്ജു ചെന്നൈയിലേക്കോ? സഞ്ജുവിൻ്റെ കൂടുമാറ്റമാണ് കായിക ലോകത്തെ പുതിയ ചർച്ച. രാജസ്ഥാൻ വിടാൻ സഞ്ജു തീരുമാനമെടുത്തതായി ഉറപ്പിച്ചാണ് ക്രിക്കറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങോട്ടാണ് എന്ന് സംബന്ധിച്ചാണ് ചർച്ച. ചെന്നൈ അല്ലെങ്കിൽ കൊൽക്കത്ത എന്നുള്ളതാണ് സാധ്യത. ഏതായാലും ചർച്ചകൾ തുടരുന്നുവെന്നും മാനസികമായി രാജസ്ഥാനെ ഉപേക്ഷിക്കാൻ സഞ്ജു തയ്യാറെടുത്തു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എൽദോ പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. എൽദോ, സഞ്ജു രാജസ്ഥാനിൽ നിന്ന് ചെന്നൈയിലേക്കെന്ന് പ്രതീക്ഷിക്കാമല്ലേ? കുറച്ചുകൂടി സഞ്ജുവിന് താല്പര്യം ചെന്നൈയാണ് എന്ന് മനസ്സിലാകുന്നു. ഇനിയും അതിനുള്ള ലേലമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമായാൽ മതി. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ മെഗാ ലേലം അടുത്തെത്തി നിൽക്കുമ്പോൾ ഏറ്റവും വലിയ ചർച്ചകൾ നടക്കുന്നത് സഞ്ജു സാംസൺ ഇനി എങ്ങോട്ടാണ് എന്നുള്ളത് സംബന്ധിച്ചാണ്. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്ന പശ്ചാത്തലത്തിലാണ് ഏറ്റവും ഇത് പ്രധാനമാകുന്നത്. നേരത്തെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് സഞ്ജു സാംസനെ നോട്ടമിട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മറ്റൊരു പേര് കൂടി പ്രധാനമായും ഉയർന്നു വരുന്നത് അത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെതാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കഴിഞ്ഞ സീസണിലെ ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയായിരുന്നു. കൊൽക്കത്ത മാനേജ്മെന്റിന്റെ ഒരു ആഗ്രഹമനുസരിച്ച് യുവ ഇന്ത്യൻ താരങ്ങളിൽ ഒരാൾ നേതൃത്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ടീമിന് കൂടുതൽ ഊർജ്ജം പകരുമെന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് രാജസ്ഥാൻ വിടാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങളുള്ള സഞ്ജു സാംസനെ പൊക്കാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആലോചിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ വലിയ തുക, ആ തുകയോട് എത്രത്തോളം കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് സംശയിക്കേണ്ടത്. 18 കോടി രൂപയ്ക്കാണ് കഴിഞ്ഞ തവണ രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസനെ നിലനിർത്തിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്രയും മുടക്കണമെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് മറ്റ് ചില കാര്യങ്ങൾ കൂടി നടത്തേണ്ടി വരും. അവരുടെ ടീമിലെ പ്രധാനപ്പെട്ട താരങ്ങളിൽ ആരെയെങ്കിലും വിൽക്കുകയോ ട്രേഡ് ചെയ്യുകയോ വേണ്ടിവരും. അതാണ് നിലവിലത്തെ സാഹചര്യം. ഇനി ഇതിനിടയിൽ ചെന്നൈയിലേക്കുള്ള യാത്രയും സജീവമായി പരിഗണനയിലുണ്ട് എന്നുള്ള മട്ടിലാണ് സഞ്ജുവിന്റെ ആരാധകരും ഒക്കെ പറയുന്നത്. പക്ഷേ അപ്പോഴും അശ്വിൻ ചെന്നൈ സൂപ്പർ കിങ്സ് വിടുന്നു. മാത്രമല്ല ഡെവൻ കോൺവേ പോലുള്ള താരങ്ങളെ ചെന്നൈ സൂപ്പർ കിങ്സ് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ സഞ്ജുവിനെ ഉൾക്കൊള്ളിക്കാനുള്ള സാമ്പത്തിക ഭദ്രത ചെന്നൈ സൂപ്പർ കിങ്സിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററെ ആഗ്രഹിക്കുന്നുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ്. മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒരു വിരമിക്കൽ പ്രഖ്യാപനമോ തീരുമാനമോ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും സഞ്ജു സാംസന്റെ വരവ് ആ ടീമിന് ഗുണം ചെയ്യുമെന്നുള്ള കണക്കുകൂട്ടലുണ്ട്. സ്വാഭാവികമായും സഞ്ജു ഒരു ദക്ഷിണേന്ത്യൻ ടീം എന്നുള്ള നിലയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ ആഗ്രഹിക്കുമോ എന്നുള്ളത് പ്രതീക്ഷ വെക്കാം. മാത്രമല്ല സഞ്ജുവിന് ഒരുപാട് ആരാധകർ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗത്തുണ്ടാകാറുമുണ്ട്. ഇതിനിടയിലാണ് അശ്വിന്റെ ഒരു വീഡിയോ അഭിമുഖം സഞ്ജുവുമായിട്ടുണ്ടായിരുന്നത്. അതിൽ അശ്വിൻ പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ കേരളത്തിൽ തന്നെ തുടർന്നോളാം, സഞ്ജു നേരെ ഞാൻ ഒഴിഞ്ഞ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് അല്ലെങ്കിൽ ചെന്നൈയിലേക്ക് പോയിക്കോളൂ എന്നുള്ളതായിരുന്നു അശ്വിന്റെ ഒരു രസകരമായിട്ടുള്ള ഒരു മറുപടി. അതിൽ സഞ്ജു ചിരിക്കുക മാത്രമാണ് ചെയ്തത്, മറ്റു പ്രതികരണം നടത്തുകയും ചെയ്തില്ല. അങ്ങനെ ഈ ഊഹാപോഹങ്ങളിലും അഭ്യൂഹങ്ങളിലും സഞ്ജുവിന്റെ പേര് പ്രധാനമായും പറഞ്ഞു കേൾക്കുന്നത് രാജസ്ഥാൻ റോയൽസ് വിടുന്ന സഞ്ജു ഒന്നുകിൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് അല്ലെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക്. രഞ്ജിത്ത്, സഞ്ജു എന്നത് കാത്തിരുന്ന് നമുക്ക് കാണാം. ഏതായാലും മാറ്റം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ ചില തീരുവ ചുമത്തലുകൾ അത് ഇന്ത്യൻ വിപണിയെ വല്ലാതെ പരിഭ്രാന്തമാക്കിയിട്ടുണ്ട്. ഇറക്കുമതിക്ക് 50% പകരച്ചുങ്കം ഏർപ്പെടുത്തിയ അമേരിക്കൻ നടപടി കേരളത്തെയും പൊള്ളിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പുതിയ സാഹചര്യം. കാർഷിക സുഗന്ധവ്യഞ്ജനങ്ങളുടെ പല വ്യാപാര കരാറുകളും റദ്ദാക്കപ്പെട്ടു. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങളുടെ വിതരണം വൻകിട അമേരിക്കൻ റീറ്റെയിൽ ശൃംഖലകൾ നിർത്തിവെച്ചത് കിറ്റെക്സ് പോലെയുള്ള കമ്പനികൾ ഗുരുതരമായി ബാധിച്ചു. നേരിട്ടുമല്ലാതെയും ഗുരുതര പ്രതിസന്ധി ഉണ്ടാകുന്ന ഈ സാഹചര്യത്തെ ആശങ്കയോടെയാണ് സംസ്ഥാന സർക്കാരും നിരീക്ഷിക്കുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങൾ, മത്സ്യോൽപ്പന്നങ്ങൾ, ടെക്സ്റ്റൈൽസ്, കയർ എന്നീ മേഖലകളെ അമേരിക്കയുടെ പുതിയ നയം ബാധിക്കുന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. കേരളത്തെ നേരിട്ടും അല്ലാതെയുമാണ് പ്രതിസന്ധി ബാധിക്കുക. റബ്ബർ, ഏലം വ്യാപാര കരാറുകൾ റദ്ദാക്കപ്പെട്ടു. സുഗന്ധവ്യഞ്ജന മേഖലയെ പകരച്ചുങ്കം ബാധിക്കുന്നതോടെ കേരളത്തിന്റെ മലയോര കാർഷിക മേഖലയുടെ നട്ടെല്ലാണ് ഒടിയുക. സമുദ്രോൽപാദന കയറ്റുമതിയാണ് തിരിച്ചടിയുണ്ടാകുന്ന മറ്റൊരു മേഖല. ആന്ധ്ര കഴിഞ്ഞാൽ ഈ മേഖലയിൽ വലിയ പങ്ക് കേരളത്തിൽ നിന്നാണ്. തീരമേഖലയ്ക്ക് കനത്ത ആഘാതമാണ് ഇതുവഴി ഉണ്ടാവുക. ഇന്ത്യയിലെ 2 കോടി ചെമ്മീൻ കർഷകർക്ക് തിരിച്ചടിയാകുമ്പോൾ അതിൽ വലിയൊരു പങ്കും കേരളത്തിലാകുമെന്നാണ് ആശങ്കയേറ്റുന്നത്. സാഹചര്യം മുതലാക്കി തീരുവ കുറഞ്ഞ ഇക്വഡോറും ഇന്തോനേഷ്യയും അമേരിക്കൻ വിപണി പിടിക്കുകയും ചെയ്യും. അത് വിറ്റ് മാറൂല. 2 കാര്യമാണ്. ഇന്ത്യക്ക് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് കോമ്പറ്റീഷൻ ഉണ്ട് ഇക്വഡോറിന്റെ സൈഡിൽ. ഇക്വഡോറും ഇന്ത്യയും തൊട്ടടുത്തടുത്ത് ഉള്ള കോമ്പറ്റീറ്റേഴ്സാണ് വോളിയം വൈസ്. 2022 നമ്മൾ ഇന്ത്യ ആയിരുന്നു ഏറ്റവും വലിയ ക്വാണ്ടിറ്റി ഓഫ് ചെമ്മീൻ
ഈ പറയുന്ന അമേരിക്കയിലോട്ട് ഇമ്പോർട്ട് ചെയ്തത് ഇന്ത്യയിൽ നിന്നായിരുന്നു 2022. ഇത് തന്നെയാണ് നമ്മുടെ പ്രതിസന്ധിയുടെ ഒരു ക്രാക്സും. ആഭ്യന്തര വിപണി ശക്തമായതുകൊണ്ട് പകരച്ചുങ്കം കശുവണ്ടി മേഖലയെ ഇപ്പോൾ വലിയ തോതിൽ ബാധിക്കില്ലെന്നാണ് പ്രമുഖ വ്യവസായിയായ ഡോക്ടർ ജെ രാജ്മോഹൻ പിള്ളയുടെ അഭിപ്രായം. ഒന്നും നഷ്ടപ്പെടത്തില്ല. ബിക്കോസ് നമ്മുടെ ഈ പരമ്പരാഗതമായിട്ട് കാഷ്യൂസ് മാത്രം ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഈ കാഷ്യൂസ് ഇന്ത്യയിലും യൂറോപ്പിലും ജപ്പാനും ഓസ്ട്രേലിയ ആയിട്ട് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യും ഈ എക്സ്ട്രാ എക്സ്പോർട്സ്. അമേരിക്കയിലെ സ്റ്റോറുകളിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില കൂടുന്നതോടെ പ്രതിസന്ധി പല മടങ്ങ് കടുക്കും. വസ്ത്ര കയറ്റുമതി രംഗത്ത് കിറ്റക്സിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാവുക. കിറ്റക്സിന്റെ പ്രധാന വിപണി അമേരിക്കയാണെന്നിരിക്കെ ഉൽപ്പാദനം കുറയ്ക്കേണ്ടി വരും. ഇത് ജീവനക്കാരെ പിരിച്ചുവിടുന്നതിലേക്കടക്കം നയിക്കും. ഇപ്പോൾ തന്നെ നിരവധി ബിസിനസ് ഓർഡറുകൾ റദ്ദായി. നഷ്ടപ്പെടുന്ന അമേരിക്കൻ വിപണിക്ക് പകരം മറ്റു രാജ്യാന്തര വിപണികൾ കണ്ടെത്തുക എന്നത് എത്ര വലിയ കമ്പനിയാണെങ്കിലും അത്ര എളുപ്പമായിരിക്കില്ല. കാർഷിക ഉൽപ്പാദന മേഖലയെ മാത്രമല്ല ട്രംപിന്റെ പകരച്ചുങ്കം ബാധിക്കുക, ഇവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സർവീസ് മേഖലകളെയും തളർത്തും. നേരിട്ട് ബാധിക്കില്ലെങ്കിലും പല കമ്പനികളും സാഹചര്യത്തെ നേരിടാൻ IT കാര്യങ്ങൾക്കായുള്ള ചെലവ് ചുരുക്കുന്നത് ഈ മേഖലയ്ക്കും തിരിച്ചടിയാകും. പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം, സർക്കാർ നിയമനങ്ങൾ എന്നിവയെയും ഭാവിയിൽ ഈ പ്രതിസന്ധി ബാധിച്ചേക്കാമെന്ന വലിയ ആശങ്കയും നമുക്ക് മുന്നിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നമുക്കൊരു പ്രത്യേക സെഗ്മെന്റിലേക്ക് പോകാം. മുകളിൽ ഒരാളുണ്ട്. ഇടുക്കി മുരിക്കാശ്ശേരിയിൽ കാറിടിച്ച് യുവാവിന് പരിക്കേറ്റ ദൃശ്യങ്ങളാണ് ഇത്. 16-ാം കണ്ടം പാലത്തും തലയ്ക്കൽ രാജനാണ് പരിക്കേറ്റത്. 2 കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വളരെ അശ്രദ്ധയോടെ ഓടിച്ചു കൊണ്ടുവന്ന ഒരു കാറാണ് ഈ യുവാവിനെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. തൊട്ടടുത്തുള്ള ഒരു പാർക്ക് ചെയ്തിരുന്ന ലോറിയിലും കാർ ഇടിച്ചു. അടുത്തുണ്ടായിരുന്ന ആളുകൾ പാഞ്ഞെത്തി ഈ യുവാവിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇയാൾ ഉള്ളത്. ഇയാളൊരു പാർട്ടി CMPയുടെ നേതാവാണ്. മുരിക്കാശ്ശേരി സ്വദേശി അനീഷ് എന്ന് പോലീസ് പറഞ്ഞു. ഇയാൾ മദ്യപിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു. മദ്യപിച്ച് അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് കേസും രജിസ്റ്റർ ചെയ്തു. ഇനി ഇന്നത്തെ പഞ്ച് ഡയലോഗ് കേൾക്കാം. MV ഗോവിന്ദൻ ജോത്സ്യനെ കണ്ടത് CPMൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇടതു നേതാക്കൾ അങ്ങനെ ജോത്സ്യന്മാരെ കാണാൻ പോകുമോ എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യം. പക്ഷേ അതിൽ നിന്ന് ന്യായീകരിച്ചത് AK ബാലനാണ്. നമുക്കറിയാം CPMൻ്റെ പല ചെയ്തികളെയും ന്യായീകരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ബാലൻ. പലപ്പോഴും രസകരമായും ഗൗരവകരമായും ഒക്കെ അദ്ദേഹം ഈ വിഷയങ്ങൾ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ജ്യോതിഷികളെ കണ്ടാൽ എന്താണ് കുഴപ്പമെന്നാണ് ബാലൻ ചോദിച്ചത്. താൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ജ്യോതിഷികളുമായി നല്ല ബന്ധമുണ്ടെന്നും ബാലൻ പറയുന്നു. സമയം നോക്കാനോ ജ്യോതിഷം നോക്കാനോ അല്ല, പക്ഷേ എന്തിനാണ് അവിടെ പോകുന്നത് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞില്ല. AK ആൻ്റണിക്ക് എതിരെ ഈ വിഷയത്തിൽ താൻ നിയമസഭയിൽ സംസാരിച്ച കാര്യമൊക്കെ എടുത്തു കാട്ടിയാണ് ബാലൻ്റെ പ്രതികരണം. ബാലൻ്റെ പഞ്ച് ഡയലോഗിലേക്ക്. കോൺഗ്രസ്സുകാർ കൂടോത്തരത്തിൻ്റെ പിന്നാലെ പോകുന്നു, മാർക്സിസ്റ്റുകാർ ജ്യോത്സ്യന്മാരുടെ പിന്നാലെ പോകുന്നു. ജ്യോത്സ്യന്മാരുടെ വീട്ടിൽ പോയാൽ എന്താ തകരാറ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്നാമത് ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി ചേർന്ന്. ജ്യോത്സ്യം ചർച്ച ചെയ്യാനാണോ വിളിച്ച്? ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിവ്യൂ നടത്തിയതാണ്. അതിൽ എവിടുന്ന ജ്യോത്സ്യം വന്നത്? അങ്ങനെ കാണാൻ പോകുന്ന വിമർശിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളെല്ലാം യോഗത്തിലുണ്ടായെന്നാ പറയുന്നത്. എവിടെ? ഒരു വർഷവും ഇല്ല. ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ എത്ര ജ്യോത്സ്യന്മാരുണ്ട്? ഞാൻ എത്ര ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് വോട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഇതിനോട് താല്പര്യമുള്ള ഒരാളാണ്. ജ്യോതിഷികളുമായിട്ട് സംസാരിക്കാൻ, കൈനോട്ടക്കാരുമായിട്ട് സംസാരിക്കാൻ, മജീഷ്യന്മാരുമായിട്ട് സംസാരിക്കാനൊക്കെ ഒരു താല്പര്യം കാട്ടുന്ന ഒരാളാണ് ഞാൻ. അതാണ് ബാലൻ്റെ ഈ വിഷയത്തിലെ വിശദീകരണം. നമുക്കിനിയും അടൂർ ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട പരാതികൾ, ഇതുമായി ബന്ധപ്പെട്ട് പരാതി പോലീസിലുണ്ട്. ദിനു വെയിൽ എന്നയാൾ നൽകിയ പരാതിയിൽ അടൂരിൻ്റെ മൊഴിയെടുക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ വിഷയത്തിലുള്ള വാർത്തയിലേക്ക്. അടൂർ ഗോപാലകൃഷ്ണനെതിരായ പരാതിയിൽ മൊഴിയെടുക്കാൻ പോലീസ് അടൂരിൻ്റെയും പരാതിക്കാരനായ ദിനു വെയിലിൻ്റെയും മൊഴിയാണ് രേഖപ്പെടുത്തുക. സിനിമാ കോൺക്ലേവിനിടെ പ്രതിഷേധമുന്നയിച്ച ഗായിക പുഷ്പവതിയുടെയും മൊഴിയെടുക്കും.
വിശദമായ അന്വേഷണത്തിന് ശേഷം കേസെടുക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, പോലീസിൻ്റെ നിയമ നടപടികളുണ്ട്, ഒരു പരാതി കിട്ടിയതാണ്, അന്വേഷിക്കണം സ്വാഭാവികമായും. ഇനിയുള്ള മുന്നോട്ടുള്ള നീക്കം എങ്ങനെയായിരിക്കും, എന്താണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, തിരുവനന്തപുരം മ്യൂസിയം പോലീസിൻ്റേതാണ് നടപടി. ഈ മൊഴികൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ദിനവുമായി മ്യൂസിയം പോലീസ് ബന്ധപ്പെട്ടിരുന്നു. എറണാകുളത്തായതിനാൽ മറ്റൊരു ദിവസം എത്തി തിരുവനന്തപുരത്ത് മൊഴി നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും അടൂർ ഗോപാലകൃഷ്ണൻ്റെ മൊഴി രേഖപ്പെടുത്തുക. നേരത്തെ പോലീസ് ഇതിൽ നിയമോപദേശം തേടിയിരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്നൊരു നിയമോപദേശം ലഭിച്ചത് കേസെടുക്കാൻ കഴിയില്ല എന്ന നിലയ്ക്കായിരുന്നു. പക്ഷേ ഈ പരാതി ലഭിച്ച നിലയ്ക്ക് സർക്കാർ ഇതിൽ മറ്റൊരു താല്പര്യം എടുക്കുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മൊഴി രേഖപ്പെടുത്തിയിട്ട് അതിൽ കൂടുതൽ എന്തെങ്കിലും FIR രജിസ്റ്റർ ചെയ്യാൻ പാകത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും നിയമോപദേശം തേടുകയോ അല്ലെങ്കിൽ ആ തരത്തിൽ നടപടിയുമായി മുന്നോട്ട് പോയി FIR രജിസ്റ്റർ ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പാടില്ല എന്നൊരു നിലപാടിലേക്ക് സർക്കാർ എത്തുന്നുവെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും നേരത്തെയുള്ള പരാമർശം അത് വലിയ വിവാദമായിരുന്നു. സാമൂഹ്യ മണ്ഡലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. തീർച്ചയായും അതാണ് സാഹചര്യം. എന്നാൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ മൊഴിയെടുക്കാനാണ് പോലീസിന് തീരുമാനം. ആലപ്പുഴയിലെ ചേർത്തലയിലെ സൈക്കോ കില്ലർ സെബാസ്റ്റ്യൻ്റെ ക്രൂരതകൾ. ജൈനമ്മ തിരോധാന കേസിൽ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യനെ ചേർത്തലയിൽ തെളിവെടുപ്പിനെത്തിച്ചു. ഗൃഹോപകരണ വിൽപ്പന കേന്ദ്രത്തിലാണ് തെളിവെടുപ്പിന് കൊണ്ടുവന്നത്. പ്രതി നേരത്തെ 2 ധനകാര്യ സ്ഥാപനങ്ങളിൽ സ്വർണ്ണ ഇടപാട് മറ്റും നടത്തിയിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. 2ാം തവണയായിരുന്നു തെളിവെടുപ്പ്. മറ്റു ചില കാര്യങ്ങൾ ഉറ്റ സുഹൃത്ത് വെളിപ്പെടുത്തുന്നതും നമ്മൾ ഇന്ന് കണ്ടു. ധർമ്മസ്ഥലയിലെ ദുരൂഹതകൾ. ധർമ്മസ്ഥല കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം SITയുടെ ഭാഗത്തുനിന്നുണ്ടായി. നവവധൂവരന്മാരെ കൊലപ്പെടുത്തി മൃതദേഹങ്ങൾ ക്ഷേത്രഭൂമിയിൽ കുഴിച്ചിട്ടുണ്ടെന്ന ശുചീകരണ തൊഴിലാളിയുടെ മൊഴി. ഇതേ തുടർന്ന് ബാഹുബലി ഭട്ടയിൽ ക്ഷേത്ര പരിസരത്തായിരുന്നു ഇന്നത്തെ പരിശോധന. ഉച്ചയ്ക്ക് 1:30 സംഘം അവിടെ എത്തി. രഹസ്യ സ്വഭാവത്തിലുള്ള പരിശോധനയിൽ ഇവിടെ നിന്നും എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ എന്നതിൽ സ്ഥിരീകരണമുണ്ടായിട്ടില്ല. KB ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, എന്താണെന്ന് സംഭവിച്ചത്? നാളെയും മറ്റും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കുമോ? ഉച്ചയ്ക്ക് 1:30 അപ്രതീക്ഷിതമായി SIT ഇന്ന് ക്ഷേത്രഭൂമിയിൽ പ്രവേശിച്ചത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നേത്രാവതി പുഴയുടെ തീരത്തും അതുപോലെ തന്നെ ഈ വനമേഖലയിലായിരുന്നു പരിശോധനയെങ്കിൽ ഇന്ന് ഏറ്റവും പ്രധാനം ഈ വനഭൂമി ഒഴിച്ച് ഈ ക്ഷേത്രഭൂമിയിൽ പരിശോധന നടത്തിയെന്നാണ്. പക്ഷേ കാര്യമായ തെളിവുകളൊന്നും ഈ ക്ഷേത്രഭൂമിയിൽ നിന്നും ലഭിച്ചില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അത് അഭിഭാഷകർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് തെളിവ് നശിപ്പിച്ചു എന്നൊരു ആരോപണമാണ് ഈ അഭിഭാഷക സംഘം മുന്നോട്ട് വെച്ചത്. എന്തായാലും 2 മൃതദേഹങ്ങളാണ് ഇവിടെ കുഴിച്ചിട്ടുണ്ടെന്ന് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത്. പ്രധാനമായും ഇവിടെ നവവധുവായി എത്തിയ 2 പേരുടെ ഇത്തരത്തിലുള്ള മൃതദേഹം ഇവിടെ കുഴിച്ചിട്ടു എന്നതാണ് വെളിപ്പെടുത്തൽ. ആ ഒരു അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത്. ഉച്ചയ്ക്ക് 1:30 മുതൽ 6 മണി വരെ പരിശോധന നീണ്ടു. പക്ഷേ കാര്യമായ തെളിവുകളൊന്നും തന്നെ ലഭിച്ചില്ല. ഈ പ്രദേശത്ത് തന്നെ കൂടുതൽ ആഴങ്ങളിൽ പരിശോധിക്കണമെന്നൊരാവശ്യമാണിപ്പോൾ അഭിഭാഷകർ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും നാളെ പരിശോധന ഉണ്ടാകില്ല, തിങ്കളാഴ്ചയായിരിക്കും പരിശോധന ഉണ്ടാവുക. അതിനിടയിൽ തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് 13-ാം പോയിന്റിലും അതുപോലെ തന്നെ വനമേഖലയിലുള്ള മേഖലയിലും ഇത്തരത്തിൽ ഈ ശുചീകരണ തൊഴിലാളി മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്ന് എന്ന വെളിപ്പെടുത്തലുമായി സാക്ഷികൾ രംഗത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വനമേഖലയിലാണ് ഒരു സ്ത്രീ ഇത്തരത്തിൽ ഈ ശുചീകരണ തൊഴിലാളി മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ടെന്ന ഒരു സാക്ഷി വന്നിട്ടുള്ളത്. ഇയാൾ
ഇവരുടെ വീട്ടിൽ നിന്നും വെള്ളം കുടിക്കാൻ എത്തിയെന്നും ഇത് കഴിഞ്ഞതിന് ശേഷം എത്തിയെന്നും ഉള്ളൊരു മൊഴി ഉണ്ട്. അത് വളരെ പ്രധാനമാണ്. ഒരു പക്ഷേ തിങ്കളാഴ്ച ഈ പ്രദേശമോ അതല്ല ഈ ക്ഷേത്രഭൂമിയിലായിരിക്കുമോ പരിശോധന. അതേതായാലും SIT ഇത്തരം കാര്യങ്ങൾ പങ്കുവെക്കാറില്ല. അപ്രതീക്ഷിതമായി എത്തുകയും പരിശോധന നടത്തുകയും ചെയ്യുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. എന്തായാലും ഇതുവരെയുള്ള ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ SIT പുറത്തുവിട്ടിട്ടില്ല. നിലവിൽ 11A എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഒരു മനുഷ്യൻ്റെ പൂർണ്ണ അസ്ഥികൂടം, അതോടൊപ്പം ഒരു തലയോട്ടിയും 60ഓളം അസ്ഥികളും ലഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം 6ൽ നിന്നും ഒരു മനുഷ്യൻ്റെ പൂർണ്ണ അസ്ഥികൂടവും ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം ബാംഗ്ലൂരുവിലെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ ഫോറൻസിക് പരിശോധനാ ഫലം എന്നാൽ മാത്രമേ ഇത് ഏത് തരത്തിലുള്ള കൊലപാതകം, ഏത് വർഷമാണ് ഇത് മരണം നടന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമാകൂ. എന്നാലും ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നതുവരെ ഇതിന് കാത്തിരിക്കേണ്ടി വരും. ഒരു പക്ഷേ എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷമായിരിക്കും SIT ഈ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുക. അതിനി ഒരു പക്ഷേ അടുത്ത ആഴ്ചയോടുകൂടി ഉണ്ടാകാം. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക, അതാണ് SIT ഇപ്പോൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇതിനിടയിൽ തന്നെ ഈ SITക്ക് ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ പദവി നൽകിയിരിക്കുന്നു. തീർച്ചയായും SITയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാണ് ബൈജു അറിയിക്കുന്നത്. നമുക്കിനിയും സ്വർണം വെള്ളി നിരക്കുകളിലേക്ക് പോകാം. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds, the versatile jeweler. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9445, പവന് 75,560. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7805, പവന് 62,440. വെള്ളി ഗ്രാമിന് 125, കിലോയ്ക്ക് 1,25,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds, the versatile jeweler. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം. For every style, there is a Celerio. നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. എതിരാളിയായി തോന്നുന്ന ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ ദുർബലനാക്കാം, ഒഴിവാക്കാം, ഇല്ലാതാക്കാം, അധികാരവും സംവിധാനങ്ങളും എങ്ങനെ ഉപയോഗപ്പെടുത്താം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന നാടകവും അതിലെ കുറേ കഥാപാത്രങ്ങളും. ഇന്ന് ആ നാടകത്തിന് കർട്ടൻ വീണു. ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന ഒരു മനുഷ്യൻ, നിസ്വാർത്ഥ സേവനത്തിലൂടെ മനുഷ്യഹൃദയങ്ങൾ കീഴടക്കിയ ഒരാൾ, താൻ കൂടി ഭാഗമായ സിസ്റ്റത്തിന് വലിയ പാളിച്ചകൾ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് വേണ്ടപ്പെട്ടവരെ അറിയിച്ച് കാത്തിരുന്നു. ഫലമില്ല എന്ന് കണ്ട് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. സർക്കാർ സംവിധാനത്തിൻ്റെ പരാജയം ചൂണ്ടിക്കാട്ടി. അവകാശവാദങ്ങളെല്ലാം സോപ്പ് കുമിളകളെന്ന് ജനം മനസ്സിലാക്കിയെന്നറിയുമ്പോൾ മിത്രം ശത്രുവാകുന്നു. പിന്നെ അയാളെ എങ്ങനെ നിശബ്ദനാക്കാമെന്നുള്ള ചിന്ത. മോഷണം, ക്രമക്കേട്, അങ്ങനെ ഒരു മനുഷ്യനെ തളർത്താനായി പ്രയോഗിക്കാവുന്ന എല്ലാ ആയുധങ്ങളും മന്ത്രിമാരും പരിവാരങ്ങളും, എന്തിന് ഏറാൻ മൂളികളായ സഹപ്രവർത്തകർ പോലും സകല അടവുകളും പയറ്റി. എന്നിട്ടും അയാൾ വീറോടെ നിൽക്കുന്നു. ജനം എന്ന മഹാശക്തി നിശബ്ദമായി എല്ലാം അറിയുന്നുണ്ടെന്ന് വൈകി മനസ്സിലാക്കിയ മന്ത്രി സമവായത്തിന് ചെല്ലുന്നു. എല്ലാം ശുഭം, നടപടി ഉണ്ടാവില്ല, വിവാദങ്ങൾ വലിച്ചു നീട്ടുന്നില്ല, മാധ്യമങ്ങളോട് ഇനി സംസാരിക്കില്ലെന്ന് ഡോക്ടറും. ഇതുകൊണ്ട് എററായ സിസ്റ്റം അത് നന്നാകുമോ? കാര്യങ്ങൾ ഡോക്ടർ തുറന്നു പറഞ്ഞ നിലയിൽ തുടരുമോ? കാത്തിരുന്ന് കാണാം. നമുക്ക് തലക്കെട്ടുകളിലേക്ക് ആദ്യം പോകാം. ട്രംപിന്റെ താരിഫ് ഭീതിയിൽ ലോകം, ബദൽ മാർഗങ്ങൾ തേടി ഇന്ത്യ, വ്യാപാര മേഖലയെ പ്രതിസന്ധിയാകും. കേരളത്തിന്റെ കയറ്റുമതിക്ക് താരിഫ് യുദ്ധം ഭീഷണി. രാഹുൽ തുറന്നുവിട്ട ഭൂതമേറ്റെടുത്ത് കേരളത്തിലെ കോൺഗ്രസും. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം അട്ടിമറിയിലൂടെയെന്ന് DCC. സ്ഥാനാർത്ഥി താമസിച്ച വീട്ടിൽ 11 വോട്ടുകൾ ചേർത്തതിൽ ക്രമക്കേട്. ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടർമാരെ കൂട്ടത്തോടെ തൃശൂരിലേക്ക് മാറ്റിയെന്നും ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിച്ചിട്ടും പിന്മാറാതെ രാഹുൽ. ഇരിക്കൂർ MLA സജീവ് ജോസഫിന് ഇരട്ട വോട്ടുണ്ടെന്ന പുതിയ ആരോപണവുമായി LDF. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ നൽകിയത് കനത്ത തിരിച്ചടി. അത് പുറത്തുവിട്ട് എയർ ചീഫ് മാർഷൽ. 6 വിമാനങ്ങൾ തകർത്തു, 5 എണ്ണം യുദ്ധവിമാനങ്ങളെന്നും AP സിംഗ്. നിർണായക പങ്കുവഹിച്ചത് S-400 പ്രതിരോധ സംവിധാനം.
മെസ്സിയുടെ വരവിൽ വിവാദം കനക്കുന്നു. കേരള സർക്കാർ കരാർ ലംഘനം നടത്തിയെന്ന AFI പ്രതിനിധിയുടെ ചാറ്റ് പുറത്തുവിട്ട മാധ്യമങ്ങൾ. പ്രചരിക്കുന്ന വാട്സപ്പ് ചാറ്റ് വ്യാജമെന്ന് സ്പോൺസർമാർ. മെസ്സി വരുമെന്ന് ആവർത്തിച്ച് സ്പോൺസർ ആൻഡോ അഗസ്റ്റിൻ. സർക്കാരിന് ആരുമായും കരാറില്ലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിലിനെ തുടർന്നുള്ള വിവാദം സമവായത്തിലേക്ക്. ഡോക്ടറെ സന്ദർശിച്ച ആരോഗ്യമന്ത്രി. ഇനി സംഘടന പറയുമെന്ന് ഡോക്ടർ ഹാരിസ്. ഒന്നും പറയാനുള്ള കാര്യങ്ങൾ KGM-CTA ഞങ്ങളുടെ സംഘടനയായിട്ട് നിങ്ങൾ ചർച്ച ചെയ്തോളൂ ബാക്കി കാര്യങ്ങളൊക്കെ. ഒന്നും പറയാനില്ലെന്ന് ആരോഗ്യമന്ത്രിയും നടപടി ഉണ്ടാകില്ലെന്ന് KGM-CTA ആരോഗ്യവകുപ്പിന്റെ ഉറപ്പ്. ഡോക്ടർ തിരികെ ജോലിയിൽ പ്രവേശിച്ചു. പോരു നിർത്താതെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. സാന്ദ്രയുടേത് ഷോ എന്ന് ലിസ്റ്റിന്റെ പരിഹാസം. ലിസ്റ്റിൻ പറയുന്നത് വിവരമില്ലായ്മയെന്ന് തിരിച്ചടിച്ച സാന്ദ്ര. അമ്മയിൽ പരസ്യ പ്രതികരണത്തിന് വിലക്ക്. ഫിലിം കോൺക്ലേവിലെ പരാമർശ വിവാദത്തിൽ അടൂർ ഗോപാലകൃഷ്ണന്റെയും പുഷ്പവതിയുടെയും മൊഴിയെടുക്കും. ഇനി തെരഞ്ഞെടുപ്പിനില്ലെന്ന് പ്രഖ്യാപിച്ച KT ജലീലിനെ വീണ്ടും കളത്തിലിറക്കാൻ CPM. ലീഗ് വിരുദ്ധ പോരാട്ടത്തിന്റെ മുഖമാക്കും. ജലീലിന്റെ ലീഗ് വിമർശനങ്ങൾ ആയുധമാക്കി മലബാറിൽ പ്രചാരണം. ചേർത്തല കൊലപാതകങ്ങളിൽ കൂടുതൽ തെളിവെടുപ്പ് നടത്തി അന്വേഷണ സംഘം. പുള്ളി പെരുമാറ്റത്തിലൊക്കെ ഒത്തിരി പുള്ളി നമ്മളെ ഭയപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്തു. ഞങ്ങൾ ചെറുപ്പക്കാരി, ഞങ്ങൾ പോലീസുകാരാണോ എന്നൊക്കെ പുള്ളി ഒത്തിരി ഭയപ്പെട്ടതായിട്ട് എനിക്കും എൻ്റെ ഫ്രണ്ടായ ശരകൃഷ്ണനും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. സെബാസ്റ്റിനെ കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി മുൻ സുഹൃത്ത് കണ്ണൻ. കാണാതായ ബിന്ദു പത്മനാഭൻ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്നും കണ്ണൻ ന്യൂസ് 18നോട്. ധർമ്മസ്ഥലയിൽ SITയുടെ സുപ്രധാന നീക്കം. കുഴിച്ചിട്ട നവവധൂവരന്മാരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ ക്ഷേത്രഭൂമിയിൽ പരിശോധന. ബോളിയാർ വനത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നത് കണ്ടെന്ന് ശുചീകരണ തൊഴിലാളിയുടെ പുതിയ വെളിപ്പെടുത്തൽ. അന്വേഷണത്തിൽ SITക്ക് പ്രത്യേക അധികാരവും പോലീസ് സ്റ്റേഷൻ പദവിയും. സഞ്ജു സാംസൺ ചെന്നൈയിലേക്കോ? അഭ്യൂഹങ്ങൾ തുടരുന്നു. നോട്ടമിട്ട് കൊൽക്കത്തയും. വിശദമായ വാർത്തകളിലേക്ക്. രാഹുൽ തുറന്നുവിട്ട ഭൂതം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നിന്ന് രാജിവെക്കണമെന്ന് BJP. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തെളിവില്ലെന്നും BJPയുടെ ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ കമ്മീഷൻ പരിശോധിക്കണമെന്നും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സഖ്യം കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നുമായിരുന്നു NCP നേതാവ് ശരത് പവാർ പറഞ്ഞത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തട്ടിപ്പ് നടന്നതായി ആരോപിച്ച് കോൺഗ്രസ് പ്രസിഡന്റ് DK ശിവകുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതിയും നൽകി. നമുക്കറിയാം ഈ വിവാദം അതിന്ന് കേരളത്തിലേക്കും വ്യാപിച്ച ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. രാഹുൽ ഇന്ന് ഈ വിഷയത്തിൽ കാര്യമായി പ്രതികരിച്ചില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായുമില്ല. മനു, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. കൂടുതൽ സംസ്ഥാനങ്ങളിൽ പരിശോധനയിലാണ് പോലീസ് എന്നാണ്. BJP ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഇന്ന് രാഹുലിൻ്റെ ഈ ആരോപണത്തിനെതിരെ BJP ശക്തമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഇന്ന് BJP വക്താവ് പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് ഇതിൽ വിശ്വാസമില്ലെങ്കിൽ അദ്ദേഹം സ്ഥാനം രാജിവെക്കണം. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലൂടെ നേടിയെടുത്ത സ്ഥാനങ്ങൾ രാജിവെക്കാൻ അദ്ദേഹം തയ്യാറാകണം എന്ന ഒരു ആക്ഷേപം അവർ മുന്നോട്ട് വെച്ചു. അതേസമയം BJPയുടെ പ്രാദേശിക നേതാക്കളാകട്ടെ കൂടുതൽ ആരോപണങ്ങളുമായി ഇന്ന് രംഗത്തെത്തുന്നുണ്ട്. അരവിന്ദ് ലിംബവാലിയെ പോലുള്ള അവിടുത്തെ പ്രാദേശിക നേതാക്കൾ ആ സ്ഥലത്ത് മഹാദേവപുരയിൽ ഉണ്ടായ മാറ്റം, ജനസംഖ്യാപരമായ മാറ്റം
മാറ്റം രാഹുൽ കണ്ടില്ല എന്ന വാദവുമായി രംഗത്ത് വരുന്നു. അവിടെ ജനസംഖ്യ 2.75 ലക്ഷത്തിൽ നിന്ന് 6.8 ലക്ഷത്തിലേക്ക് ഉയർന്നു. അങ്ങനെ ഉയർന്നതിന് കാരണം അവിടേക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വ്യാപകമായ ഒഴുക്ക് ഈ രാഹുൽ ചൂണ്ടിക്കാണിച്ച പ്രദേശത്ത് ഉണ്ടായി. അത് രാഹുലിന് കാണാൻ കഴിഞ്ഞില്ല എന്നവർ വ്യക്തമാക്കുന്നു. അവിടെ 1.48 ലക്ഷം ഭൂ ഉടമകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് അവിടെ പ്രോപ്പർട്ടി ടാക്സായി 2016 ലഭിച്ചത് 361 കോടി രൂപയാണെങ്കിൽ ഇന്നത് മാറി 885 കോടി രൂപയിലേക്ക് ഉയർന്നിരിക്കുന്നു. 3.59 താമസക്കാർ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓണേഴ്സ് ഉണ്ട് എന്ന കണക്കുകൾ കൂടിയൊക്കെ പുറത്തുവിട്ടാണ് അവർ ഈ ഇത് വ്യക്തമാക്കുന്നത്. ബൃഹത്ത് ബംഗളൂരു മഹാനഗര അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ബാംഗ്ലൂരു നഗരത്തിലുള്ള ഈ ആളുകളുടെ വലിയ തോതിലുള്ള വർധനവ് കൂടി പരിശോധിക്കണം എന്നവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇത് ശക്തമായൊരു നിലപാടാണ് എടുക്കുന്നത്. പക്ഷേ NCP നേതാവ് ശരത് പവാർ ആകട്ടെ മഹാവികാസ് അഘാടി മഹാരാഷ്ട്രയിൽ കുറെ കൂടി ജാഗ്രത പുലർത്തണമായിരുന്നു ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണം, പക്ഷേ ഒരു ജാഗ്രത അന്ന് പുലർത്തേണ്ടിയിരുന്നു. അത് ഒരു വീഴ്ചയുണ്ടായിരുന്ന തരത്തിലുള്ളൊരു സമ്മതമാണ് NCP നേതാവിൽ നിന്ന് വരുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. ആ വിവാദം അങ്ങനെ രാഹുൽ കത്തിച്ച ആ വിവാദം അങ്ങനെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി അതിനോട് ചേർത്ത് വെക്കണം. ഇങ്ങ് കേരളത്തിലേക്ക് വന്നാൽ നമ്മുടെ നാട്ടിലും ഈ വോട്ടർ തട്ടിപ്പ് നമുക്കറിയാം. BJPക്ക് താമര വിരിഞ്ഞ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ താമര വിരിഞ്ഞ മണ്ഡലമായ തൃശ്ശൂരിൽ അവിടെ ചില തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്ന ആരോപണമാണ് തൃശ്ശൂർ DCC ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ കേരളത്തിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ചർച്ചയാക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ശ്രമം. തൃശ്ശൂരിലെ BJP വിഷയം ചോദ്യം ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് നീക്കം. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയെന്നാണ് ആരോപണം. തൃശ്ശൂർ DCC അധ്യക്ഷനാണ് ആരോപണം ഉന്നയിച്ചത്. സുരേഷ് ഗോപി താമസിച്ച വീട്ടിൽ 11 വോട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ ആ പട്ടികയിൽ ആരും വീട്ടിൽ ഇല്ല, അല്ലെങ്കിൽ വോട്ടർമാരില്ല എന്നുമാണ് ആരോപണം. ഞങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ അന്ന് പരാതി കൊടുക്കാൻ അടിസ്ഥാനമായ കാര്യം പ്രൂവ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ തൃശ്ശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൻ്റെ പുറത്തു നിന്നുള്ള വോട്ടർമാരെ അവരെയാണ് അന്ന് ചേർത്തു എന്നുള്ളതൊരു വസ്തുതയാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് പരാതി കൊടുത്തത്. പക്ഷെ ബഹുമാന്യനായ ജില്ലാ കളക്ടർ അന്നെടുത്ത നിലപാട് എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അപ്പോൾ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയ ക്രമക്കേട് ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് എതിരും നീതിപൂർവകമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ സാധ്യമല്ലാത്തൊരു സാഹചര്യമായിരിക്കും. അതിനെ ആരംഭം കുറിച്ചത് ശ്രീ സുരേഷ് ഗോപി തന്നെയാണ് എന്നുള്ളത് ഏറെ നമ്മളെ ആശങ്കപ്പെടുത്തുകയാണ്. അതാണ് സാഹചര്യം. നേരത്തെ നമുക്കറിയാം LDF ഈ ഒരു വിഷയം ഉന്നയിച്ചിരുന്നതാണ്. സുനിൽകുമാർ എന്ന് പറഞ്ഞത് നേരത്തെ തന്നെ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു ആരോപണമാണ് ഇത് എന്നാണ് അദ്ദേഹമായിരുന്നു അവിടുത്തെ LDF സ്ഥാനത്ത്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. പുറത്തു നിന്നുള്ള വോട്ടുകൾ ധാരാളമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ആ വോട്ടുകൾ വരുന്നതിന് ആവശ്യമായ രീതിയിലുള്ള ലഘൂകരിച്ച സമീപനം ഇലക്ഷൻ കമ്മീഷൻ എടുത്തിട്ടുണ്ട്. പലതരത്തിലും പല പുറത്തു നിന്ന് തന്നെ ധാരാളം ആളുകളോട് വോട്ട് ചേർത്തി എന്നുള്ള പരാതികൾ ഞങ്ങൾ തന്നെ അന്ന് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, അന്ന് വോട്ട് ചേർക്കപ്പെട്ട ആളുകളെ വോട്ട് തടയുന്ന സന്ദർഭത്തിൽ അന്ന് കലക്ടർ നൽകിയ ഒരു മറുപടി, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ആ ആൾക്ക് വോട്ട് ചെയ്യാൻ അധികാരമുണ്ട്, ആ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അയാൾ തന്നെയാണോ അതെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ എന്നാണ് അന്ന് കലക്ടർ അന്ന് സൂചിപ്പിച്ച ഒരു കാര്യം. ആ തരത്തിൽ തന്നെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതേസമയം ഇന്ന് ഇരിക്കൂർ MLA സജീവ് ജോസഫിനെതിരെ ഇരട്ട വോട്ട് ആരോപണവുമായി LDF രംഗത്ത് വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. TG സൈത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സൈത്ത്, തൃശ്ശൂരിലെ ഈ ക്രമക്കേട് അത് വരും ദിവസങ്ങളിലും നാളെയുമൊക്കെ കോൺഗ്രസ് കത്തിക്കാൻ തന്നെയാണ് സാധ്യത. അതുമാത്രമല്ല, കൂടുതൽ മണ്ഡലങ്ങളിലെ പരിശോധനകളിലേക്കും മറ്റും കോൺഗ്രസ് കടക്കുന്നുണ്ടോ? രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ ഉന്നയിച്ച ആരോപണത്തിന് തുടർച്ചയായി കേരളത്തിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. ഇതിന്റെ തുടക്കം തൃശ്ശൂരിൽ നിന്നാണ്. BJPയുടെ വിജയത്തിന് ഇടവച്ച തൃശ്ശൂരിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു എന്ന ആരോപണം കോൺഗ്രസ് ശക്തമായി ഉന്നയിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപത്തിന് പിന്നാലെ നേരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാർ സമാനമായ ആക്ഷേപം ഉന്നയിച്ചതാണ്. ഇപ്പോൾ കോൺഗ്രസ് ഒരു പടി കൂടി കടന്ന് ചില രേഖകളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഇക്കാര്യത്തിൽ BJPയെ കടന്നാക്രമിക്കുന്നത്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടും കമ്മീഷൻ ഇക്കാര്യത്തിൽ സുതാര്യമായി ഇടപെടൽ നടത്തിയില്ല എന്നതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആക്ഷേപം.
കോൺഗ്രസ് ജില്ലാ നേതൃത്വം തന്നെയാണ് ഈ ആക്ഷേപം ശക്തമായി ഉന്നയിക്കുന്നത്. രണ്ട് തരത്തിലുള്ള ആരോപണമാണ് പ്രധാനമായും ഇക്കാര്യത്തിൽ BJPക്കെതിരെ ഉയരുന്നത്. ഒന്ന്, തൊട്ടടുത്ത മണ്ഡലമായ ആലത്തൂർ അടക്കമുള്ള ഇടങ്ങളിൽ നിന്നും തൃശൂർ മണ്ഡലത്തിലേക്ക് കൂടുതൽ വോട്ടർമാരെ കൊണ്ടുവന്നു. ആലത്തൂരിലെ വോട്ടർമാരെ തൃശൂരിലേക്ക് സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിന് മാത്രം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് അവസാനഘട്ട നീക്കമുണ്ടായി. സാധാരണ രീതിയിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുണ്ടാകുന്ന പരിശോധനകളൊന്നും ഇക്കാര്യത്തിൽ കമ്മീഷൻ നടത്തിയില്ല. കമ്മീഷൻ BJPക്ക് അനുകൂലമായി ഇക്കാര്യത്തിൽ നിലപാടെടുത്തു എന്ന രാഷ്ട്രീയ ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നു. രണ്ടാമത്തെ കാര്യം, സുരേഷ് ഗോപിയും ഒപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ സഹോദരനും കുടുംബാംഗങ്ങളും അടക്കം അവരും തൃശ്ശൂരെ വോട്ടർമാരായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു. ഇവർ താമസിച്ചിരുന്നത് സുരേഷ് ഗോപിയുടെ അതേ വീട്ടിൽ തന്നെയാണ് അഡ്രസ്സായി കാണിച്ചിരുന്നത്. അതായത് ഇതേ വീട്ടിൽ 12 പേരെയാണ് ഇതേ ഒരു അഡ്രസ്സിൽ തന്നെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വീട്ടിൽ ഇവർ ആരും താമസിക്കുന്നില്ല. ഇതൊരു മറ്റൊരു കമ്പനിക്ക് വേണ്ടി ഈ കെട്ടിടം ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അതായത് മഹാരാഷ്ട്രയിലും മറ്റും BJPക്കെതിരെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരു ആരോപണം, രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഒരു ആരോപണം സമാനമായി തന്നെ ഇവിടെയും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ BJPയുടെയും സുരേഷ് ഗോപിയുടെയൊക്കെ മറുപടി നാളെയും മറ്റും ഉണ്ടാകുമായിരിക്കും. T. സൈത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ഹാരിസ് ചിറക്കൽ, ഒരു ഡോക്ടർ, നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി വലിയ പോരാട്ടം നടന്ന പശ്ചാത്തലമുണ്ട്. പല വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടുണ്ട്. സഹപ്രവർത്തകർക്ക് തന്നെ അദ്ദേഹത്തിനെതിരാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. മന്ത്രി അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്ന പശ്ചാത്തലം കണ്ടു. മുഖ്യമന്ത്രിയും സംസാരിച്ച സാഹചര്യമൊക്കെ കണ്ടു. ഇപ്പോൾ അതെല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി. ആരോഗ്യവകുപ്പിനെ പ്രതിരോധത്തിലാക്കിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിൽ വിവാദം ഒടുവിൽ സമവായത്തിലേക്ക്. ഹാരിസിനെതിരെ നടപടി ഉണ്ടാവില്ലെന്ന് ആരോഗ്യവകുപ്പ് KGM-CITക്ക് ഉറപ്പ് നൽകി. വിവാദം നീട്ടിക്കൊണ്ടുപോകുന്നത് സിസ്റ്റത്തെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തിയ ശേഷമാണ് സമവായ നീക്കമുണ്ടായത്. ഇനി വിവാദങ്ങൾക്കില്ലെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കലും പ്രതികരിച്ചു. താനൊന്നും മിണ്ടാനില്ല എന്ന് വീണ ജോർജും പറഞ്ഞു. അതേസമയം വാർത്താ സമ്മേളനത്തിനിടയിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ ഫോണിൽ വിളിച്ചത് താനാണെന്ന് വെളിപ്പെടുത്തി DME ഡോക്ടർ വിശ്വനാഥനും രംഗത്ത് വന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. അങ്ങനെ ഡാൻ, ഒരു വലിയ വിവാദം അവസാനിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഡോക്ടർ മുന്നോട്ട് വെച്ച പ്രശ്നങ്ങളുണ്ട്. അത് അവിടെ തന്നെ നിൽക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ സംശയ നിഴലിൽ നിർത്തിക്കൊണ്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പലും ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനം വ്യാപകമായ വിമർശനങ്ങൾക്ക് വഴിവെച്ചതിന് പിന്നാലെയാണ് പ്രശ്നത്തിൽ അധ്യാപക സംഘടനയായ KGM-CITയുടെ നിർണായകമായ ഇടപെടലുണ്ടായത്. മന്ത്രിയുമായും അതോടൊപ്പം തന്നെ ഡോക്ടർ ഹാരിസ് ചിറക്കലുമായും KGM-CITയെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ നടത്തിയ ചർച്ചകൾക്ക് ഒടുവിലാണ് അനുനയ നീക്കത്തിന് വഴിതെളിഞ്ഞത്. അച്ചടക്ക നടപടികളുടെ ഭാഗമായി മറ്റു തരത്തിലുള്ള കടുത്ത നടപടികളൊന്നും ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ ഉണ്ടാകില്ല എന്ന് മന്ത്രി വീണ ജോർജ് KGM-CIT ഭാരവാഹികൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. അതിനു പിന്നാലെയാണ് തന്റെ നിലപാട് മയപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ ഹാരിസ് ചിറക്കലും രംഗത്തെത്തിയത്. അതേസമയം ഇന്നലെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും അതോടൊപ്പം പ്രിൻസിപ്പലും നടത്തിയ വാർത്താ സമ്മേളനം തങ്ങളുടെ മനോവീര്യം തകർക്കുന്നതാണെന്നും അത് അംഗീകരിക്കാനാവില്ലെന്നും ഉപകരണങ്ങൾ അവിടെ തന്നെ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി വകുപ്പുതല അന്വേഷണത്തിന് പോലും ആവശ്യമില്ല എന്നുമായിരുന്നു KGM-CIT സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രതികരണം. ഹാരിസ് സാർ ആദ്യം തൊട്ട് പറഞ്ഞതും സംഘടന പറഞ്ഞതും എല്ലാം വളരെ സത്യമാണെന്നുള്ളത് പൊതുജന മധ്യത്തിൽ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. പിന്നെ ഇനി അതിലെന്തിനാണ് അന്വേഷണത്തിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് ഹാരിസ് സാറ് പറയുന്നത് 100% ഞങ്ങൾക്ക് വിശ്വാസമാണ്. കാരണം അദ്ദേഹത്തിന് ഇങ്ങനെ പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഈ സിസ്റ്റത്തിൽ എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങളാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. അപ്പോൾ അതിനായിട്ടൊരു ടാർഗറ്റിങ്ങിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അങ്ങനെ ചെയ്യുന്നത് വഴി എല്ലാവരെയും സൈലന്റ് ആക്കാം എന്നുള്ളൊരു സൂചന പോലും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അതേസമയം മാധ്യമങ്ങളെ കാണുന്നതിനിടെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ഉൾപ്പെടെ ഫോണിൽ വിളിച്ച് സംസാരിച്ചത് താനാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് DME വിശ്വനാഥ് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. ആരെയും കുരുക്കാനായിരുന്നില്ല വാർത്താ സമ്മേളനം നടത്തിയതെന്നും വിവാദങ്ങൾക്കൊടുവിൽ DME മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അത് ഞാൻ തന്നെയാണ്. സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും വിളിച്ചത് ഞാൻ തന്നെയാണ്. കാര്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ഫേസ് ചെയ്യുന്നത് ഒരുപാട് അവർക്കും തന്നെ ഒരു സ്ട്രെസ്സായിരുന്നു. അവർ ഒരു ക്ലിനീഷ്യൻസ് ആണ്, അവർ ഡോക്ടേഴ്സാണ്. അവർ മീഡിയനൊക്കെ ആദ്യമായിട്ടാണ് അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ എൻക്വയറി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും നിങ്ങൾ പറയണ്ട എന്ന് മാത്രം ഞാൻ പറയാൻ വേണ്ടി അവരെ രണ്ടുപേരും വിളിച്ചു. ഞാൻ തന്നെയാണ് വിളിച്ചത്. ഇനി വിവാദ പ്രതികരണങ്ങൾ നടത്താനില്ലെന്ന് വ്യക്തമാക്കിയ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഒരാഴ്ചത്തെ അവധിക്ക് ശേഷമാണ് ഇന്ന് വീണ്ടും ജോലിയിൽ പ്രവേശിച്ചത്. ഇനി ഇത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളും മാധ്യമങ്ങളോട് നടത്തരുത് എന്ന്
KGMCTയെ തന്നോട് നിർദ്ദേശിച്ചതായും അതുകൊണ്ട് തന്നെ ഒരു വിവാദങ്ങൾക്ക് ഇനി ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം മന്ത്രി വീണ ജോർജ് നേരിട്ടെത്തി തന്നെ സന്ദർശിച്ചിരുന്നുവെന്നും ഇനി വിഷമകരമായ സാഹചര്യങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന് മന്ത്രി തന്നെ പറഞ്ഞതായിട്ടുമാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ വ്യക്തമാക്കിയത്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കുന്ന പശ്ചാത്തലത്തിൽ അത് അങ്ങനെ തന്നെ തുടർന്നു പോകുന്നത് വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾക്ക് വഴിവെക്കും. അതുകൊണ്ട് ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു ഇടപെടൽ, അനുനയ നീക്കം ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് കൃത്യമായ നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് താനും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത് എന്ന് വ്യക്തമാക്കിയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ കുറേ ദിവസമായി ചർച്ച ചെയ്യുന്നൊരു വിവാദമുണ്ട്. മെസ്സി കേരളത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളത്. അതിലേക്ക് പോകാം. മെസ്സി അറിയാത്ത വിവാദം. അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൂടുതൽ കനക്കുകയാണ്. കരാർ ലംഘനമുണ്ടായത് കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെന്ന് AFA മാർക്കറ്റിംഗ് വിഭാഗം മേധാവി ലിയാൻഡ്രോ പീറ്റേഴ്സന്റെ ആരോപണം തള്ളി മന്ത്രി V. അബ്ദുറഹ്മാൻ രംഗത്തെത്തി. ഇതുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ചാറ്റുകൾ പ്രചരിച്ചിരുന്നു. ഈ വാട്സപ്പ് ചാറ്റുകൾ വ്യാജമാണെന്നാണ് ഈ സ്പോൺസർമാർ പറയുന്നത്. ഒപ്പം മന്ത്രി പറയുന്നത് കരാറുമായി തങ്ങൾക്ക് ബന്ധമൊന്നുമില്ല, സർക്കാരിന് കരാറില്ല ആരുമായും, അത് സ്പോൺസേഴ്സ് തമ്മിലുള്ള കരാർ മാത്രമാണ് എന്നുള്ളതാണ്. അങ്ങനെ തരത്തിലുള്ള ഒരുപാട് വിശദീകരണങ്ങൾ വരുന്നുണ്ട്. എൽദോ പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. എൽദോ, ഇതിപ്പോൾ വിവാദം അങ്ങനെ കത്തുകയാണ്, പക്ഷേ ഇപ്പോഴും ആരും വ്യക്തമായി പറയുന്നില്ല. കാരണം ഇനിയിപ്പോൾ ഈ വർഷം തീരാൻ എത്ര മാസമുണ്ട്? മെസ്സിയെപ്പോലെ ഒരാൾ വരണമെങ്കിൽ ഉണ്ടാകേണ്ട തയ്യാറെടുപ്പുകൾ ഉണ്ടായിട്ടില്ല. ശരിക്കും ജനങ്ങളെ പറ്റിക്കുകയാണ് ഇപ്പോഴും എന്ന് വേണം കരുതാൻ, അല്ലേ? മന്ത്രിയും സ്പോൺസറും ഒക്കെ ചേർന്ന്. രഞ്ജിത്ത്, അർജന്റീന ടീമിലെ ലയണൽ മെസ്സിയുടെയും വരവ് സംബന്ധിച്ചുള്ള ചർച്ചകൾ അത് വലിയ തോതിൽ വിവാദമായ പശ്ചാത്തലത്തിൽ കൂടുതൽ പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. പ്രത്യേകിച്ചും ഇന്ന് ഉണ്ടായത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ മാർക്കറ്റിംഗ് വിഭാഗം മേധാവി ലിയാൻഡ്രോ പീറ്റേഴ്സൺ പുറത്തുവിട്ട ഒരു ചാറ്റ് എന്നുള്ളതാണ്. ഒരു സ്പോർട്സ് ലേഖനവുമായി സംസാരിച്ച ചാറ്റ് എന്നാണ് അതിൽ പരാമർശിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു സാധുത എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കരാർ ലംഘനം നടത്തിയത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അല്ല. ഒരു ചോദ്യമായി ഉന്നയിച്ചിരുന്നത് 130 കോടി രൂപ കരാർ നൽകിയിട്ടും, കരാർ പ്രകാരം ഫീസ് നൽകിയിട്ടും ടീം കേരളത്തിലേക്ക് പോകാത്തത് കരാർ ലംഘനമല്ലേ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തോടുള്ള ചോദ്യം. അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി കരാർ ലംഘനം നടത്തിയത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അല്ല, അത് കേരള സർക്കാരാണ് എന്നുള്ളതാണ്. ഇതാണ് വലിയ തോതിൽ വിവാദമായത്. പക്ഷേ ഈ വിവാദത്തെ തള്ളുകയാണ് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ പറയുന്നത് കരാർ ലംഘനം നടത്താൻ സംസ്ഥാന സർക്കാർ ഒരു കരാറിലേക്ക് എത്തിയിട്ടില്ല. അതിനേക്കാൾ ഉപരി സ്പോൺസർമാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സ്പോൺസർമാരുമായി മാത്രമാണ് കരാർ എന്ന് അബ്ദുറഹ്മാൻ പറയുന്നു. ഓരോ പ്രാവശ്യം പറയുന്ന കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുമ്പോൾ അത് ശരിയാണെന്ന് ഗവൺമെന്റും കായിക വകുപ്പും സ്പോൺസറും പറഞ്ഞാൽ ശരിയാണെന്ന് എല്ലാ സമയത്തും പുറത്തു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതും അതിന്റെ സത്യാവസ്ഥ. അർജന്റീന ടീം കേരളത്തിലേക്ക് വരില്ല എന്ന് ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നൊരു വാർത്താക്കുറിപ്പും പിന്നാലെ കായിക മന്ത്രി പുറത്തിറക്കി. ഇപ്പോഴും പ്രതീക്ഷ പുലർത്തുന്ന തരത്തിലാണ് കായിക മന്ത്രിയുടെ വാർത്താക്കുറിപ്പ്. പക്ഷേ അപ്പോഴും അല്പം കൈപൊള്ളിയ ഒരു സാഹചര്യം അതിൽ നിന്ന് വ്യക്തമാകുകയും ചെയ്യുന്നു. ഇതിനിടെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ലാൻഡോ അഗസ്റ്റിൻ ന്യൂസ് 18നോട് പ്രതികരിച്ചത് ഈ വാട്സാപ്പ് ചാറ്റ് എന്ന രീതിയിൽ പുറത്തേക്ക് വന്ന ആ രേഖ അത് വ്യാജമാണ്, അത് കൃത്യമാണ് എന്ന് കരുതുന്നില്ല എന്ന് പറഞ്ഞു. V. അബ്ദുറഹ്മാൻ ലിയാൻഡ്രോ പീറ്റേഴ്സൺ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ മാർക്കറ്റിംഗ് വിഭാഗം മേധാവിയാണെന്ന് പറയുമ്പോൾ പോലും, സ്ഥിരീകരിക്കുമ്പോൾ പോലും ഈ ചാറ്റ് വ്യാജമാണ് എന്നുള്ള സംശയമാണ് റിപ്പോർട്ടർ MD പങ്കുവച്ചത് ന്യൂസ് 18നോട്. അവരേത് രീതിയിലാണ് കേരള മെസ്സേജ് കാണിക്കുന്നത്? അത് ഫേക്ക് മെസ്സേജ് ആണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്ത സമയത്ത് അങ്ങനെ ഒരു അത് വാട്സപ്പ് മെസ്സേജ് അല്ല. വാട്സപ്പ് മെസ്സേജിന്റെ ശൈലി അങ്ങനെയല്ല. അത് വാട്സപ്പ് മെസ്സേജിൽ വരുന്ന സാധനം അല്ല. അങ്ങനെയല്ല. നമ്മൾ എത്രയോ വാട്സപ്പ് മെസ്സേജ് ആക്കി, നിങ്ങളെ നോക്കി അറിയാം. അത് വാട്സപ്പ് മെസ്സേജ് അല്ല. അത് എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. വലിയ വിവാദമായ സാഹചര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളും ഈ വിഷയത്തെ ഉന്നയിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി കൃത്യമായും അബ്ദുറഹ്മാനെതിരെ രംഗത്തെത്തി. മെസ്സി ഈസ് മിസ്സിംഗ് എന്നുള്ളതായിരുന്നു KPCC അധ്യക്ഷന്റെ പ്രതികരണം. മെസ്സി ഈസ് മിസ്സിംഗ്. വന്നിരിക്കുകയാണ്. അതിന് സർക്കാർ ഉത്തരം പറയണം. പ്രതികൂട്ടിൽ നിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ അക്കാര്യത്തിൽ ചെലവഴിച്ചു. അവകാശവാദങ്ങൾ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അതും ആവർത്തിച്ച് മെസ്സിയുടെ കാര്യത്തിലും കേരള സർക്കാരിൻ്റെ ഗുരുതരമായ വീഴ്ചകൾ, അവകാശവാദങ്ങൾ പൊളിഞ്ഞിരിക്കുന്നു. അത് അർജന്റീനയിലെ ഫുട്ബോൾ ക്ലബ്ബ് അല്ലെങ്കിൽ അതിൻ്റെ അസോസിയേഷനും തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു.
അക്കാര്യം ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ്. കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഇനി പ്രതീക്ഷിക്കാനുള്ള ഏക വക അത് നവംബർ വിൻഡോ മാത്രമാണ്. ഒക്ടോബറിൽ അവർ വരില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന സാഹചര്യത്തിൽ നവംബറിലെ ഒരു പക്ഷേ 7 ദിവസങ്ങൾ, ആ 7 ദിവസത്തിലെ വിൻഡോ, ഫ്രീ വിൻഡോയിൽ എങ്ങോട്ടാണ് യാത്ര എന്നുള്ളത് പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ ആ ദിവസങ്ങളിൽ അർജന്റീന കേരളത്തെ തെരഞ്ഞെടുക്കുമോ ഓപ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും അതിനുള്ള കാത്തിരിപ്പിലാണ് ഫുട്ബോൾ ആരാധകർ. അതാണ് മെസ്സിക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത സ്പോൺസറും സർക്കാരും ഒന്നും നടത്തുന്നതുമില്ല. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട സവിശേഷമായ സെഗ്മെന്റിലേക്ക് പോകാം. വൈറൽ കട്ട്. വളരെ ചെറിയ ഒരു പൊമറേനിയൻ പട്ടിയുടെ കുരകേട്ട് ജീവനും കൊണ്ട് ഓടിയ ഒരു തടിമാടൻ കരടിയുടെ കാഴ്ചകളാണിനി. ആരിലും ചിരി പടർത്തുന്ന ഈ കാഴ്ച കാനഡയിൽ നിന്നാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. വളരെ കൃത്യമായി തന്നെ കാണാം. വീടിനകത്തെ കയറുന്ന കരടി, പല മുറികളിൽ അവനിങ്ങനെ കയറി നടക്കുകയാണ്. പെട്ടെന്നാണ് ചെറിയ ഒരു നായ കുരച്ചുകൊണ്ട് വന്നത്. ജീവനും കൊണ്ട് ആ കരടി ഓടി രക്ഷപ്പെടുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ നഷ്ടപ്പെട്ടത് 6 വിമാനങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിക്കിടെ പാകിസ്ഥാന്റെ 6 വിമാനങ്ങൾ ഇന്ത്യ തകർത്തുവെന്ന് എയർ ചീഫ് മാർഷൽ AP സിംഗ്. അതിൽ 5 എണ്ണം യുദ്ധവിമാനങ്ങളാണെന്നും AP സിംഗ് വ്യക്തമാക്കി. S-400 വ്യോമ പ്രതിരോധ സംവിധാനം വഴിയാണ് ഇന്ത്യ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതെന്ന് AP സിംഗ് പറഞ്ഞു. ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്ന ഭീകര കേന്ദ്രങ്ങളുടെ ചിത്രങ്ങളും അദ്ദേഹം പ്രദർശിപ്പിച്ചു. പ്രസംഗത്തിനിടെ രാഷ്ട്രീയ നേതൃത്വത്തെയും അദ്ദേഹം പ്രകീർത്തിച്ചു. വിജയത്തിന് കാരണം രാഷ്ട്രീയ നേതൃത്വം കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മനു, ഇത്തരത്തിലൊരു വളരെ കൃത്യമായ കണക്കുകൾ പുറത്തുവിടുകയാണ്, ചിത്രങ്ങൾ സഹിതം. അത് വളരെ പ്രധാനമാണ്. യെസ് രഞ്ജിത്ത്, ഇന്ന് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് വളരെ നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു കാര്യം എടുത്തു പറയുന്നു. ഈ ബാലക്കോട്ട് ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായപ്പോൾ അതിൻ്റെ തെളിവ് എവിടെയെന്ന് ചോദിച്ച് ചിലരൊക്കെ രംഗത്തെത്തി. അപ്പോൾ ആ ഒരു ദുർഭൂതം തങ്ങളെ വേട്ടയാടി. പക്ഷേ ഇത്തവണ അത് നേരിടാൻ തങ്ങൾക്ക് കഴിഞ്ഞു. ദ ഗോസ്റ്റ് ഓഫ് ബാലക്കോട്ട് വാസ് വെൽ ടേക്കൺ കെയർ ഓഫ് എന്നാണ് എയർ ചീഫ് മാർഷൽ പറഞ്ഞത്. ഇന്ന് ഈ എയർ ചീഫ് മാർഷൽ LM ഖാത്രയുടെ മെമ്മോറിയൽ ലെക്ചറിലാണ്, ലക്ഷ്മൺ മാധവ് ഖാത്രയുടെ മെമ്മോറിയൽ ലെക്ചറിലാണ് ഇന്ന് നമ്മുടെ വ്യോമസേന മേധാവി അമർപ്രീത് സിംഗ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 5 ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ പാകിസ്ഥാൻ്റെ തകർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സർവലൻസ് വിമാനവും തകർത്തിട്ടുണ്ട്. അത് ഈ എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം പ്രവർത്തിക്കുന്ന ഒരു വിമാനമാണ് മറ്റൊന്ന് തകർത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2019 ബലോക്കോട്ട് ആക്രമണത്തിന് തെളിവ് ചോദിച്ച ഒരു പശ്ചാത്തലമുണ്ടായപ്പോൾ ഇത്തവണ കൃത്യമായ തെളിവ് ഉണ്ടായി. F-16 ഹാങ്ങറുകൾ തകർക്കാൻ കഴിഞ്ഞത്, അവിടെയുള്ള വിമാനങ്ങൾ തകർക്കാൻ കഴിഞ്ഞത് ഒക്കെ അദ്ദേഹം എടുത്തു പറഞ്ഞു. ഷഹബാസ് ജാക്കോബാബാദിലുള്ള ഈ എയർബേസിൽ ആക്രമണത്തിൽ F-16 ഹാങ്ങറാണ് തകർത്തത്. മുർക്കയിലും അതുപോലെ ചക്ലാലയിലും ഉള്ള 6 റഡാറുകൾ തകർത്തതിൻ്റെ വിവരങ്ങൾ അദ്ദേഹം പങ്കുവച്ചു. സർഗോദ എയർബേസിൽ ശക്തമായ ആക്രമണം നടത്താൻ കഴിഞ്ഞു. ഭാഗൽപൂർ തീവ്രവാദ ആക്രമണ ക്യാമ്പിൽ ആക്രമണം നടന്നപ്പോൾ കൃത്യമായി കുറേ തീവ്രവാദികളെ തീവ്രവാദികളെ ന്യൂട്രലൈസ് ചെയ്യാൻ രാജ്യത്തിന് കഴിഞ്ഞു. അങ്ങനെ വളരെ ശക്തമായ ഒരു ആക്രമണമാണ് രാജ്യം നടത്തിയത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ വ്യോമ കേന്ദ്രങ്ങളോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ സുപ്രധാനമായ ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ച് വീഴ്ത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം അവരുടെ ഈ സർവലൻസ് സംവിധാനമുള്ള ഒരു വിമാനവും തകർക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം റഡാർ സംവിധാനത്തിലൊക്കെ അറ്റാക്ക് നടത്താൻ കഴിഞ്ഞു. ഇതിനെല്ലാം ഏറ്റവും തന്ത്രപ്രദമായത് ദ ഗെയിം ചേഞ്ചർ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് S-400 സംവിധാനത്തെയാണ്, ആൻറ്റി മിസൈൽ സംവിധാനത്തെയാണ്. അത് വളരെ ഫലപ്രദമായി ഇന്ത്യ ഉപയോഗിച്ചു എന്നാണ് അദ്ദേഹം ഈ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കിയത്. തീർച്ചയായും മനു ഭാരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മലപ്പുറത്ത് വീണ്ടും LDFന്റെ മുഖമാകാൻ KT ജലീൽ. അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
കെ ടി ജലീലിനെ മുൻനിർത്തി മുസ്ലിം ലീഗിനെതിരെ രാഷ്ട്രീയ നീക്കം ആരംഭിച്ച CPM. ലീഗിനെതിരെ സമീപകാലത്ത് ഉയർന്ന ആരോപണങ്ങളെല്ലാം ശക്തമായി ഉന്നയിച്ച ജലീൽ എത്തുമ്പോൾ പുതിയൊരു യുദ്ധമുഖമാണ് CPM തുറക്കുന്നത്. പാണക്കാട് കുടുംബത്തെ LDF നേതാക്കൾ വിമർശിക്കാൻ മടിക്കുമെന്നിരിക്കെ പാണക്കാട് കുടുംബത്തെ മറയാക്കി തട്ടിപ്പുകൾ ഒരു കൂട്ടർ നടത്തുന്നുവെന്നാണ് ജലീൽ തുറന്നടിച്ചത്. ജലീലിന്റെ ആ വാക്കുകളിലേക്ക് ആദ്യം. അപ്പോൾ എനിക്ക് പാണക്കാട് കുടുംബത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, പാണക്കാട്ടെ തങ്ങന്മാർ ഒരു സ്വകാര്യ ഏതെങ്കിലും ആളുകൾ ഷെയർ ബിസിനസ്സിൽ തുടങ്ങുന്ന ഒരു സ്വകാര്യ സംരംഭത്തിന്റെയും ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കരുത്. ഉള്ള ചെയർമാൻ സ്ഥാനങ്ങൾ അവർ രാജിവെക്കണം. അവരുടെ പേര് വെച്ച് നാട്ടുകാരെ പറ്റിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഒന്നിലും അവരംഗമാകാൻ വേണ്ടി പാടില്ല. പാണക്കാട്ടെ തങ്ങന്മാര് മുൻകാലങ്ങളിൽ പാണക്കാട്ടെ പുക്കോയത്തങ്ങൾ എത്ര ബിസിനസ് സംരംഭങ്ങളുടെ ചെയർമാനായിട്ടുണ്ട്? പലതും ആയിട്ടുണ്ടോ? ശിഹാബ് തങ്ങൾ ആയിട്ടുണ്ടോ? ഹൈദരലി ശിഹാബ് തങ്ങൾ ആയിട്ടുണ്ടോ? എന്തിനാണ് അവരവരുടെ പേരും അഡ്രസ്സും വിലയും നിലയും ഈ ആളുകൾക്ക് ബിസിനസ് നടത്താൻ വേണ്ടി കൊടുക്കുന്നത്, ആളുകളെ പറ്റിക്കാൻ വേണ്ടി കൊടുക്കുന്നത്? ചില വാക്കുകൾ, അതായത് പാണക്കാട് തങ്ങൾമാരെ CPMോ LDFന്റെ മറ്റ് ഏതെങ്കിലും പാർട്ടികളോ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ ജലീലിനെ അതിന് മുന്നിട്ടിറക്കുകയാണ്. ഇനിയും തെരഞ്ഞെടുപ്പ് ഇല്ലെന്ന് പ്രഖ്യാപിച്ച ജലീലിന്റെ ഇപ്പോഴത്തെ നീക്കം ശ്രദ്ധേയമാണ്. ജലീൽ വീണ്ടും CPMന്റെ ലീഗ് വിരുദ്ധ പോരാളിയാകാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. ഒപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുമുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഒരുങ്ങി വരുന്നത്. CB അനുമോദുണ്ട്. അനുമോദ്, വളരെ പ്രധാനപ്പെട്ട സാഹചര്യമാണ് മലപ്പുറത്ത്. മറ്റൊരു നേതാവിനെ അവർക്ക് ഉയർത്തിക്കാട്ടാനില്ല. അത് വളരെ പ്രധാനമാണ് LDFനെ സംബന്ധിച്ചിടത്തോളം. ജലീൽ തന്നെയാകും ഇനി മുഖമെന്ന് കരുതാം, അല്ലേ? PK ഫിറോസിന്റെ സഹോദരൻ ബുജൈർ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസിന്റെ പിടിയിലായതിന് തൊട്ടു പിന്നാലെയാണ് KT ജലീൽ മുസ്ലിം ലീഗിനെതിരായ വിമർശനങ്ങളുടെ പരമ്പര തന്നെ തുടങ്ങുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം TP ഹാരിസിനെതിരെയുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികൾ തട്ടിപ്പാണെന്നും അദ്ദേഹം ആരോപിച്ചു. അതിന് ചില ഉദാഹരണങ്ങളും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് വയനാട്ടിൽ പുനരധിവാസത്തിനായി മുസ്ലിം ലീഗ് വാങ്ങിച്ച ഭൂമിയുമായുള്ള വിവാദത്തിൽ ജലീൽ ഇടപെടുന്നത്. കൽപ്പറ്റയിലെത്തിയ ജലീൽ ആ പദ്ധതി പ്രദേശം സന്ദർശിക്കുകയും തോട്ടഭൂമി, അതായത് ആളുകൾക്ക് വീട് വെച്ച് താമസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള തോട്ടഭൂമി അവിടെ ഇരട്ടി വില കൊടുത്ത് മുസ്ലിം ലീഗ് വാങ്ങിയത് അഴിമതിയാണെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. ഇതിനെല്ലാം പുറമെയാണ് പാണക്കാട് കുടുംബങ്ങളെ അല്ലെങ്കിൽ പാണക്കാട് കുടുംബത്തിലെ തങ്ങന്മാർക്കെതിരെ ജലീലിൻ്റെ വിമർശനം ഉയർന്നത്. അദ്ദേഹം പറഞ്ഞത്, പാണക്കാട് കുടുംബത്തിലെ ആരെയെങ്കിലും ഒരു ട്രസ്റ്റിൻ്റെ തലപ്പത്ത് പേരിന് വെച്ച് വലിയ ഒരു വിഭാഗം തട്ടിപ്പ് നടത്തുന്നുണ്ട്. അത് പല തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഇതിനൊക്കെ തന്നെ ഇരയാകുന്നത് താഴെ തട്ടിലുള്ളവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങളിൽ പാണക്കാട് കുടുംബാംഗങ്ങൾ ഉൾപ്പെടരുത്, അത്തരത്തിലുള്ള നീക്കങ്ങൾ മാറി നിൽക്കണമെന്നൊരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ജലീൽ ഇത് പറയുമ്പോൾ മറ്റ് ആര് പറയുന്നതിനേക്കാൾ വലിയ ഒരു വിമർശനമായിട്ട് വരുമെന്നാണ് ജലീൽ അവകാശപ്പെടുന്നത്. കാരണം അന്ന് നമുക്കറിയാം, A വിജയരാഘവൻ മുൻപ് പാണക്കാട് തങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിച്ചപ്പോൾ അതിനെതിരെ ഉണ്ടായ വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും പക്ഷേ ജലീൽ ഉന്നയിക്കുമ്പോൾ അത് ആ തരത്തിലായിരിക്കുകയില്ല. കാരണം താനൊരു പ്രാക്ടീസിങ് മുസ്ലിം ആയതുകൊണ്ട് തന്നെ ഇതിനെ മറ്റൊരു വർഗീയ മുഖം നൽകി ചിത്രീകരിക്കാനാകില്ല എന്നാണ് ജലീൽ അവകാശപ്പെടുന്നത്. മലപ്പുറത്ത് ലീഗിന് എതിരായി ജലീലിനെ മുൻനിർത്തിയുള്ള പോരാട്ടത്തിനാണ് LDF തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു വാർത്ത സിനിമാ മേഖലയിൽ നിന്നാണ്. സിനിമാ മേഖലയിലെ പരസ്യപ്പോര് തുടരുകയാണ്. സാന്ദ്ര തോമസിനെതിരെ ആദ്യം ലിസ്റ്റിൻ സ്റ്റീഫൻ രംഗത്ത് വരുന്നു. സാന്ദ്ര തോമസിൻ്റെത് ഷോ എന്നാണ് പരിഹാസം. അതിനുശേഷം ലിസ്റ്റിനെ വിവരക്കേടുള്ള ആളെന്ന് വിമർശിച്ചുകൊണ്ട് സാന്ദ്ര രംഗത്ത് വരുന്ന പശ്ചാത്തലമുണ്ട്. താൻ പറയുന്നത് കള്ളമെന്ന് തെളിയിച്ചാൽ താൻ സിനിമാ ഇൻഡസ്ട്രി തന്നെ വിട്ടുപോകുമെന്ന് വെല്ലുവിളിക്കുകയാണ് സാന്ദ്ര. ഒപ്പം ഇന്ന് സിനിമ താരസംഘടനയായ അമ്മയിൽ ഒരു സംഭവവികാസമുണ്ടായി. അത് അമ്മയിലെ അംഗങ്ങളോട് ഇനി ഇപ്പോഴത്തെ വിവാദങ്ങളിൽ പരസ്യ പ്രതികരണം പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകി. അങ്ങനെ ഉണ്ടായാൽ വളരെ കൃത്യമായി നടപടി ഉണ്ടാകും എന്നും മുന്നറിയിപ്പ് അമ്മ ഭാരവാഹികൾ നൽകിയ സാഹചര്യം എന്ന് കണ്ടു. ആജ്ഞ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എല്ലാ ദിവസവും സിനിമാ മേഖലയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കടന്നു വരികയാണ്. സമാധാനപൂർണ്ണമായി കാര്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നൊരു മേഖല കൂടിയാണ്. പക്ഷേ ഇപ്പോൾ പരസ്പരമുള്ള പോരിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും കഥകളാണ് ഓരോ ദിവസവും, അല്ലേ?
പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ്ടും ലിസി സ്റ്റീഫനും സാന്ദ്ര തോമസും നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ലിസി സ്റ്റീഫൻ സാന്ദ്രയ്ക്കെതിരെ ആരോപിക്കുന്നത് സാന്ദ്ര നടത്തുന്നത് ഷോയാണ്, പ്രത്യേകിച്ചും നോമിനേഷൻ നൽകാൻ പർദ്ദ ധരിച്ചെത്തുന്നു, പിന്നീട് പർദ്ദ ഇല്ലാതെ എത്തുന്നു, അതെന്താണ് പിന്നീട് പർദ്ദ വാങ്ങാൻ കഴിഞ്ഞില്ലേ തുടങ്ങിയ തരത്തിലുള്ള പരിഹാസ രൂപേണയുള്ള ആരോപണങ്ങളാണ് ലിസിൻ സാന്ദ്രയ്ക്കെതിരെ ഉന്നയിക്കുന്നത്. മമ്മൂട്ടിയെ പോലും വിഷയത്തിലേക്ക് വലിച്ചിട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ബൈലോ പ്രകാരമാണ് സാന്ദ്ര തോമസിന്റെ നോമിനേഷൻ തള്ളിയത്, തങ്ങൾ ആരുമല്ല. അതേസമയം സാന്ദ്ര തോമസിന് 2 സിനിമയുടെ സെൻസസ് സർട്ടിഫിക്കറ്റേ ഉള്ളൂ. അതേസമയം സാന്ദ്ര 3 എണ്ണം വേണമെന്നിരിക്കെയാണ് 2 എണ്ണവുമായി സാന്ദ്ര നോമിനേഷന് വേണ്ടി ഹാജരായത്. അതേസമയം സാന്ദ്രയുടെ കയ്യിലുള്ള 9 സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് 9 സർട്ടിഫിക്കറ്റ് സാന്ദ്രയ്ക്കുണ്ട് എന്ന് പറയുന്നത് അത് വ്യത്യസ്ത പ്രൊഡക്ഷൻ കമ്പനികളിലാണ്. ഒരേ പ്രൊഡക്ഷൻ കമ്പനിയിൽ 3 സർട്ടിഫിക്കറ്റുകൾ വേണം എന്നാണ് ലിസിൻ പറയുന്നത്. അങ്ങനെയാണ്. അങ്ങനെ അതല്ല, കോടതിയിൽ സാന്ദ്ര എത്തിയിട്ടുണ്ട്. കോടതി വിധി സാന്ദ്ര മത്സരിക്കണമെന്ന് തന്നെയാണ് കോടതി വിധിയെങ്കിൽ തങ്ങൾ അനുകൂലമായിരിക്കും. തങ്ങൾക്ക് അതിന് എതിർവാദത്തിനും അല്ലെങ്കിൽ അപ്പീൽ പോവുകയോ അത്തരം എതിർപ്പുകളോ ഒന്നും തങ്ങൾക്കില്ല എന്നും ലിസി സ്റ്റീഫൻ പറയുന്നുണ്ട്. അതേസമയം സാന്ദ്ര തോമസ് അതിന് മറുപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: ലിസിൻ പറയുന്ന വിവരക്കേടുകൾക്കൊക്കെ മറുപടി പറയാൻ താൻ ആളല്ല. കാരണം ബൈലോ എന്താണ് കൃത്യമായി വായിച്ചു നോക്കാതെയാണ് ലിസിൻ ഈ ആരോപണങ്ങൾ നടത്തുന്നത്. ബൈലോ നമ്മുടെ മുന്നിലുണ്ട്. ബൈലോയ്ക്ക് കൃത്യമായി പറയുന്നത് ഹിം എന്ന് തന്നെയാണ്. അത് ഒരു കമ്പനിയുടെ പേരിലല്ല, സർട്ടിഫിക്കറ്റ് അവൻ്റെയോ അവളുടെയോ പേരിലുള്ള സർട്ടിഫിക്കറ്റ് എന്ന് തന്നെയാണ് ബൈലോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാന്ദ്ര തോമസിന്റെ പേരിലുള്ള 9 സർട്ടിഫിക്കറ്റ് ഈ ബൈലോ പ്രകാരം ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനുള്ള യോഗ്യതയായി തന്നെയാണ് കണക്കാക്കുന്നത്. 11-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട കോടതി വിധിയുണ്ട്. അതേസമയം മമ്മൂട്ടിയെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചിഴച്ചു എന്ന് ലിസി സ്റ്റീഫന്റെ ആരോപണത്തോട് സാന്ദ്ര പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? മമ്മൂട്ടിയെ താൻ വലിച്ചിഴിച്ചില്ല, താൻ ഓരോ മാധ്യമങ്ങളോടും മമ്മൂട്ടിയെ പറ്റി ചോദിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ ഒഴിവാക്കൂ എന്ന് തന്നെയാണ്, അതിന് മറുപടി നൽകിയിരുന്നില്ല. അതേസമയം ലിസി സ്റ്റീഫനാണ് ഇപ്പോൾ വീണ്ടും ഈ വിവാദത്തിലേക്ക് മമ്മൂട്ടിയെ വലിച്ചിഴിച്ചത്. മമ്മൂട്ടി തന്നോട് സംസാരിച്ചു എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ല, മുൻപ് പ്രൊഡ്യൂസേഴ്സിനെതിരെ 4 പ്രൊഡ്യൂസേഴ്സിനെതിരെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൊഡ്യൂസർ അസോസിയേഷനിലാകട്ടെ വലിയ തമ്മിൽ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അമ്മയിലും വിവാദങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു. ഇപ്പോൾ അതൊക്കെ നിർത്തിവെക്കണം എന്ന ആവശ്യം ഭരണാധികാരികൾ മുന്നോട്ട് വെച്ച സാഹചര്യം കൂടിയുണ്ട്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. Stylish guys. For every style, there is a Celerio.